ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന സിനിമ കണ്ണൂർ ഷൂട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് ഒരു ലാത്തി ചാർജ് നടക്കുന്നൊരു സീനുണ്ട്. പക്ഷേ ഷൂട്ടിന് പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ശശിയേട്ടൻ അവിടുന്ന് ഒട്ടും കൂസലില്ലാതെ അദ്ദേഹം പറയുന്നു 3 ക്യാമറ ഉണ്ട്, ഒരു ക്യാമറ അവിടെ വെക്കാൻ പറയുന്നു, ഒരു ക്യാമറ അവിടെ വെക്കാൻ പറയുന്നു, ഒരു ക്യാമറ ഒരു ബിൽഡിങ്ങിന് മുകളിൽ വെക്കാൻ പറയുന്നു. റിസർവ് ചെയ്യുന്ന പോലീസുകാരോട് പോയി പറയുന്നു, അവരോട് പറയുന്നു ഈ ആൾക്കാരൊന്ന് മാറ്റിത്തരണം, എന്ത് വന്നാലും ഇല്ല, അടിച്ചിട്ടോ ഓടിച്ചിട്ടോ ഒന്നും ഇല്ല, ആൾക്കാരൊന്ന് മാറ്റിത്തരണം, അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അവരിറങ്ങിയിട്ട് ആൾക്കാരെ അടിച്ചു ഓടിക്കുന്ന ഒറിജിനൽ ഒരു ലാത്തി ചാർജിൻ്റെ ഫീലാണ് നമ്മൾ കാണുന്നത്. അതാണ് പുള്ളി ഷൂട്ട് ചെയ്തത്. അതാണ് ശരിക്കും ശരിയല്ല ലാത്തി ചാർജ്. അതായത് ഒരു ഡയറക്ടർ ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നെക്കൊണ്ട് അത് സിനിമ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യം എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ രഞ്ജിത്തിൻ്റെ ഒരേ ഒരു നിർബന്ധം കൊണ്ടും ഒരേ ഒരു പ്രേരണ കൊണ്ടുമാണ് ഞാൻ അന്ന് അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന സിനിമ, അതും അമ്മക്കിളിക്കൂട് അല്ല ശരിക്കും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് വേറെ സിനിമയായിരുന്നു. അന്ന് ദിലീപ് നായകനായിട്ടൊരു ആക്ഷൻ സിനിമ. അതിന് ശേഷമാണ് രഞ്ജിത്തിനോട് പറഞ്ഞത് മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഡയറക്ടർ വരുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെയാണ് അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആശയം ഉണ്ടാക്കുന്നത്. ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റൊന്നും ആയിരുന്നില്ല. വർഗം ഈ പറഞ്ഞ പോലെ അതും എൻ്റെ അനുഭവത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഞാനൊരു വലിയ ഹിറ്റ് ഡയറക്ടർ അല്ലാത്തതുകൊണ്ടും പൃഥ്വിരാജ് ഇന്നത്തെ പോലെ ഒരു വലിയ സൂപ്പർ താരമാവാത്തതുകൊണ്ടും അതിനൊരു പ്രൊഡക്ഷൻ കിട്ടാൻ എനിക്ക് കുറേ അലയേണ്ടി വന്നു. ആ സിനിമ ഒരു വലിയ ഹിറ്റായില്ലെങ്കിൽ പോലും ആ സിനിമ എൻ്റെ കരിയറിൽ എനിക്ക് വളരെ ഗുണം ചെയ്ത ഒരു സിനിമയായിരുന്നു. അറിയാമോ, വടക്കൻ വീരത കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം ഈ പറഞ്ഞ പോലെ ഞാൻ മദ്രാസിൽ തന്നെ കുറച്ച് ജോലികളൊക്കെ ആയി. പിന്നെ പഴയ കമ്പനി ജോലി വിട്ടു, ഏതാണ്ട് സിനിമക്കാരൻ തന്നെയായി, സിനിമ തന്നെ ആയതുകൊണ്ട്. അപ്പോഴാണ് എന്നോട് ഡോക്ടർ ബാലകൃഷ്ണൻ തന്നെ പറയുന്നത് എനിക്ക് സമയമുണ്ടെങ്കിൽ ഷിർദി സായിയുടെ ഓഫീസിൽ ഒരു മാനേജറുടെ ജോലി ഉണ്ട് മദ്രാസിൽ. ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ്, ഷിർദി സായി ഫിലിംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ ഒരു മാനേജറുടെ ജോലിക്ക് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കുറച്ച് കാലം മാനേജറായിട്ട് ജോലി ചെയ്തു. എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നോ മാനേജർ പണി എന്താണെന്നോ എനിക്കറിഞ്ഞൂടാ. അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയി താമസം അവിടെ തന്നെയാണ്. അവിടെ നാട്ടിൽ നിന്നുള്ള DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ടെല്ലാം അവിടെ വരും. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ബുക്കിൽ പകർത്തി വെക്കണം. അങ്ങനെ ചില ജോലികളുള്ളൂ. ഇടയ്ക്ക് നാട്ടിൽ നിന്ന് വല്ല ഫോൺ വല്ല വന്ന് അറ്റൻഡ് ചെയ്യണം, അതൊക്കെയുള്ളൂ ജോലി. ആ സമയത്താണ് അവിടെ അർഹത എന്ന് പറയുന്ന സിനിമ, ഷിർദി സായിയുടെ സിനിമ നടക്കുകയാണ്, തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ ദാമോദരൻ മാഷാണ് സ്ക്രിപ്റ്റ്, ശശിയാണ് ഡയറക്ഷൻ. അവരൊക്കെ ഇടയ്ക്ക് ഓഫീസിൽ വരും. ഈ ഷിർദി സായി പിള്ളസാറുള്ള സമയത്ത് അവർ ഓഫീസിൽ വരും. ഞാൻ അവിടെ ഓഫീസിൽ വെച്ച് അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം ദാമോദരൻ മാഷ് പറയുന്നത് എനിക്ക് ഈ കോപ്പി എടുക്കാൻ ഒരാൾ വേണം, എൻ്റെ കൂടെ ഇരുന്നിട്ട്. അത് പുള്ളി പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്നതാണ്. മാഷ് അത് എഴുതാറില്ല, പറഞ്ഞു കൊടുത്ത് കൂടെ എഴുതാൻ പറ്റുന്ന നല്ല ഹാൻഡ് റൈറ്റിങ്ങുള്ള ഒരാൾ വേണം. അപ്പം ഞാൻ അവിടെ നിന്ന് ഇത് എഴുതുന്ന മാഷ് കണ്ടിട്ട് എൻ്റെ പറഞ്ഞു കുട്ടി ഒന്ന് എഴുതി, പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ഒന്ന് എഴുതി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് മാഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനപ്പോൾ തന്നെ എഴുതി മാഷ് കാണിച്ചു കൊടുത്തു. ഇത് മതിയല്ലോ, കൊള്ളാം, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, അപ്പോൾ ഈ കുട്ടി എന്നാൽ എൻ്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ള സാറിനോട് ചോദിച്ചു. പിള്ള സാർ പറഞ്ഞു ശരി എന്നാൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ സിനിമയുടെ ഷൂട്ട് കോഴിക്കോടാണ്. അങ്ങനെ ഞാൻ കോഴിക്കോട്ടേക്ക് പുതിയൊരു ടീമിൻ്റെ കൂടെ ശശി ദാമോദരൻ എന്ന് പറയുന്ന ആ ടീമിൻ്റെ കൂടെ ഞാൻ അങ്ങനെ കോഴിക്കോട്ടേക്ക് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്തി. കോഴിക്കോട്ട് പോകുന്നതിന് മുമ്പ് ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ അർഹതയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു കാലഘട്ടത്തിലാണ് ഒളിയമ്പുകൾ എന്ന് പറയുന്ന ഹരിഹരൻ സാറിൻ്റെ സിനിമ നടക്കുന്നത്. ആ സിനിമയും ഞാൻ വർക്ക് ചെയ്തു. ഒളിയമ്പുകൾ എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ പോലെ അരണ്യവും അല്ല വടക്കൻ വിരാതയല്ല, രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ. ഹരിഹരൻ സാർ അത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ അധികം ചെയ്തിട്ടില്ല. മമ്മൂക്കായിരുന്നു അതിനകത്ത് ഹീറോ. അതിനകത്ത് ഡെന്നീസ് ജോസഫിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. ഷൂട്ട് ചെയ്തത് കോതമംഗലത്തായിരുന്നു. ആ സിനിമയെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങളൊന്നും എനിക്കില്ല. ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഷൂട്ട് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. കാര്യം അതിന് ശേഷം ഷൂട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഈ അർഹതയുടെ ഷൂട്ടിന് വേണ്ടി കോഴിക്കോട് വന്ന് അർഹത എനിക്ക് അവിടെ ഞാൻ അർഹതയുടെ ഷൂട്ടിന് ഞാൻ വരുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടല്ല, ദാമോദരൻ മാഷയുടെ കൂടെ, പുള്ളിയുടെ സ്ക്രിപ്റ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ദാമോദരൻ മാഷ് കൂടെ ഇരുന്ന സ്ക്രിപ്റ്റ് കോപ്പി എടുക്കുക. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ സിനിമയ്ക്കകത്തുണ്ടായിരുന്നത് റഷീദായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. റഷീദ്, ദിനകരൻ, ഷാജൂൺ കാര്യാൽ, ഇവർ 3 പേരായിരുന്നു. അപ്പോൾ ഷാജൂണുമായിട്ട് എനിക്ക് അങ്ങനെയാണ് ഒരു നല്ല അടുപ്പം ഉണ്ടാകുന്നത് ആ സിനിമയിൽ. ഞാൻ ഷൂട്ടിന് പോയിട്ടില്ലെങ്കിൽ പോലും ആ സിനിമയിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കാര്യം ദാമോദരൻ മാഷ റൂമിൽ രാവിലെ ഷൂട്ടിന് പോകുന്നതിന് മുമ്പും ഷൂട്ട് കഴിഞ്ഞിട്ടും
ഇവരെല്ലാവരും അവിടെ വരും. അപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇടയ്ക്ക് നമ്മൾ ഷൂട്ട് ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് തിരിച്ചു വരും എന്നല്ലാതെ വേറെ കാര്യമായിട്ട് ജോലികളൊന്നും, ഷൂട്ടുമായി ബന്ധപ്പെട്ട ജോലികളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ സ്ക്രിപ്റ്റിൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. ആ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ പടത്തിൻ്റെ ഷൂട്ട് കോഴിക്കോട് കഴിഞ്ഞ സമയത്ത് ഞാൻ മദ്രാസിയിൽ ഓഫീസിൽ മാനേജറായി ജോലി ചെയ്ത ഞാൻ അതിന് നിൽക്കാതെ ഇതിൻ്റെ സിനിമയുടെ ഷൂട്ട് ചെയ്ത് തന്നുകൊണ്ട് എൻ്റെ അവിടുത്തെ ജോലി എനിക്ക് നഷ്ടമായി. അതായത് തിരിച്ച് മദ്രാസിൽ പോയാൽ ചെയ്യാനൊരു ജോലിയില്ല. മദ്രാസിൽ തിരിച്ച് പോകണം. മദ്രാസിലില്ലാതെ പോകാതിരിക്കാൻ വേറെ വഴിയില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ അക്കാര്യം ഇങ്ങനെ ഷാജുവിനോട് പറഞ്ഞു ഇങ്ങനെ പണിയില്ല, ഇനി മദ്രാസിൽ പോയി ജോലിയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഷാജുവിനാണ് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്, ശശിധരൻ്റെ കൂടെ വർക്ക് ചെയ്യും, നമ്മുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ശശിധരനോട് പോയി കണ്ടു, കാര്യം പറഞ്ഞു. കുഴപ്പമില്ല, നീ അവിടെ മദ്രാസിൽ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ധൈര്യത്തിൽ ഞാൻ തിരിച്ച് മദ്രാസിൽ പോയി. അവിടെ തൊട്ടാണ് ഞാൻ IV ശശി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ക്രാഫ്റ്റ്മാൻ ആയിരുന്ന ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നത്. ഞാൻ ശശിധരൻ്റെ കൂടെ അതിനുശേഷം ആദ്യമായിട്ട് ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് ഭൂമികയാണ്. ഭൂമിക എന്ന് പറയുന്ന സിനിമ ജോൺ പോൾ സാറും ആക്ടർ സോമേട്ടനും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ആ സിനിമ ആലപ്പുഴയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതൊരു 40-50 ദിവസം ആലപ്പുഴ ഷൂട്ട് ചെയ്തു. ആലപ്പുഴ ഷൂട്ട് ചെയ്തിട്ട് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത്, ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ല, ഷൂട്ട് കഴിഞ്ഞ് നേരെ പോകുന്നത് അടുത്ത സിനിമയുടെ ഷൂട്ടിനാണ്. അതായത് ഇൻസ്പെക്ടർ ബലറാം എന്ന് പറയുന്ന സിനിമ കണ്ണൂർ ഷൂട്ട് കൊടുക്കുകയാണ്. അതായത് ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് ആലപ്പുഴയിൽ നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. ഇൻസ്പെക്ടർ ബലറാം എന്ന് പറയുന്ന സിനിമ ഇതുപോലെ മമ്മൂക്ക അഭിനയിച്ച സിനിമയാണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഒരു ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യാം. അതിലെനിക്ക് നല്ല ഓർമ്മയുള്ളൊരു സീൻ എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു ലാത്തി ചാർജ് നടക്കുന്നൊരു സീനുണ്ട്. ഒരു തലശ്ശേരി ടൗണിൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് ഒരു വയലൻ്റായിട്ടുള്ളൊരു മോബ് പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു. പോലീസ് ലാത്തി ചാർജ് ചെയ്തവരെ പിരിച്ചയക്കുന്നതാണ് സീൻ. ഒരു വലിയ ക്രൗഡിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു. ഒരു വണ്ടി, വലിയ പോലീസ് വണ്ടി നിറച്ച് റിസർവ് പോലീസുകാരുണ്ടായിരുന്നു. തലശ്ശേരിയിൽ ഒരു വലിയ മെയിൻ സ്ട്രീറ്റ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടാണ്. ആ സമയത്ത് ബസ്സും ബാക്കി വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഷൂട്ടിന് വേണ്ടി പെർമിഷൻ വാങ്ങി എടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഷൂട്ടിന് പോയപ്പോൾ മമ്മൂക്കൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഷൂട്ടിന് പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം ആയിരക്കണക്കിന് ആൾക്കാർ, തലശ്ശേരിയാണ്, മമ്മൂക്കയുടെ ഷൂട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇഷ്ടംപോലെ ആളുകൾ ഷൂട്ട് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു നിവൃത്തിയില്ല, ഷൂട്ട് ചെയ്യാൻ നിവൃത്തിയില്ല. വേറെ ആരാണെങ്കിലും ഷൂട്ട് നിർത്തിയിട്ട് പോകുമായിരുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ശശിധരൻ അവിടുന്ന് ഒട്ടും കൂസലില്ലാതെ അദ്ദേഹം പറയുന്നു, ടെൻഷനൊന്നുമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാം. പുള്ളി 3 ക്യാമറ ഉണ്ട്, ഒരു ക്യാമറ അവിടെ വെക്കാൻ പറയുന്നു, ഒരു ക്യാമറ അവിടെ വെക്കാൻ പറയുന്നു, ഒരു ക്യാമറ ഒരു ബിൽഡിങ്ങിന് മുകളിൽ വെക്കാൻ പറയുന്നു. എന്നിട്ട് പുള്ളി റിസർവ് ചെയ്യുന്ന പോലീസുകാരോട് പോയി പറയുന്നു, അവരോട് പറയുന്നു, ഈ ആൾക്കാരൊന്ന് മാറ്റിത്തരണം, എന്ത് വന്നാലും ഇല്ല, ഓടിച്ചിട്ടൊന്നും ഇല്ല, ഈ ആൾക്കാരൊന്ന് മാറ്റിത്തരണം, അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അവരിറങ്ങിയിട്ട് ആൾക്കാരെ അടിച്ചു ഓടിക്കുന്ന, ഒറിജിനൽ ഒരു ലാത്തി ചാർജിൻ്റെ ഫീലാണ് നമ്മൾ കാണുന്നത്. അതാണ് പുള്ളി ഷൂട്ട് ചെയ്തത്. അതാണ് ശരിക്കും സിനിമയിലെ ലാത്തി ചാർജ്. അതായത് ഒറിജിനൽ ലാത്തി ചാർജ് പുള്ളി ഷൂട്ട് ചെയ്ത് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് കാലിയായി. റോഡ് മുഴുവൻ കംപ്ലീറ്റ് വിജനമായി, ആരുമില്ല. കുറച്ച് പോലീസുകാരെല്ലാം മാറി. ഇപ്പോൾ റോഡ് മുഴുവൻ നിരന്ന് കിടക്കുന്ന കുറേ ചെരുപ്പുകൾ, അത് ഫുൾ ചെരുപ്പുകൾ നിറഞ്ഞിരിക്കുകയാണ് റോഡ്. ഓടിപ്പോകുന്ന ആളുകളുടെ കാലത്ത് ചെരുപ്പുകളാണ്. ആ സിനിമയിൽ ഇപ്പോഴും ആ ഷോട്ടുണ്ട്. അത് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടല്ല. അത് റിയലായ ആളുകളുടെ ചെരുപ്പിൻ്റെ ഷോട്ടാണ്. അത് അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ അത് IV ശശി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ മാത്രമേ മലയാള സിനിമയിലുള്ളൂ. ആ സിനിമയ്ക്ക് ഇതിന് മാത്രമല്ല, അല്ലാതെ ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കും എനിക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയും ദേവാസുരം എന്ന് പറയുന്ന സിനിമയും IV ശശി എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ അന്ന് ഒരു 1-2 രാത്രി കൊണ്ട് ഷൂട്ട് ചെയ്ത സീക്വൻസുകൾ ഇന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-15 ദിവസം വേണ്ടി വരും. അത്രയും മികച്ച രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും റിയലിസ്റ്റിക്കായിട്ട് ഷൂട്ട് ചെയ്യാൻ IV ശശി എന്ന് പറയുന്ന സംവിധായകനെ കവച്ച് വയ്ക്കാൻ മറ്റൊരാളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻസ്പെക്ടർ ബലറാമിന് ശേഷം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഏതൊക്കെയാണ് ഓർമ്മയില്ല. പക്ഷേ എങ്കിൽ പോലും പിന്നെ ഓർമ്മയിൽ നിൽക്കുന്നൊരു സിനിമ എന്ന് പറയുന്നത് ദേവാസുരമാണ്. ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് ഞങ്ങൾ ചെയ്യുന്നത് കള്ളനും പോലീസും എന്ന് പറയുന്ന സിനിമയാണ് ശശിധരൻ്റെ. കള്ളനും പോലീസും എന്ന് പറയുന്ന സിനിമ ഒരു നല്ല സിനിമയായിരുന്നില്ല. IV ശശി എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നില്ല. വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത ഒരു സിനിമയായിരുന്നു. ആ സിനിമ ക്വാളിറ്റി വൈസും അത്ര ഒരു മികച്ച സിനിമയായിരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് അഭിപ്രായമില്ല. ആ സിനിമ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ എൻ്റെ ഷൂട്ട് റിലീസ് കഴിഞ്ഞ് ഞങ്ങൾ മദ്രാശിയിലുണ്ട്. പ്രവീൺ പരപ്പനങ്ങാടി ഞാനും അപ്പോൾ മദ്രാസിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ മുകളിലും താഴെയായിട്ട് താമസിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം
പ്രവീൺ വന്നിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്, ശശിയേട്ടൻ അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, അത് മോഹൻലാലിനെ വെച്ചിട്ടാണെന്ന് കേട്ടു. അപ്പോൾ ഞാൻ കേട്ടു മോഹൻലാലിനെ വെച്ചിട്ട് പുള്ളി ചെയ്തിട്ട് കുറച്ചായി. പക്ഷേ ഈ കള്ളനും പോലീസും കഴിഞ്ഞിട്ട് ഉടനെ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. പക്ഷേ അതെങ്ങനെയാണ് എന്ന് അറിയില്ല. എന്തായാലും ഉണ്ടാവുമായിരിക്കും സിനിമ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ സിനിമ ദേവാസുരം എന്ന സിനിമയാണ് പിന്നീട് സംഭവിക്കുന്നത്. ദേവാസുരം എന്ന് പറയുന്ന സിനിമയിലാണ് എനിക്ക് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനായിട്ട് എനിക്ക് കുറേ കൂടെ അടുത്ത ബന്ധം ഉണ്ടാകുന്നത് ദേവാസുരത്തിലൂടെയാണ്. അതിനു മുമ്പ് ഞങ്ങൾ നീലഗിരി എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ശശിയേട്ടൻ ചെയ്ത സിനിമയാണ്. മമ്മൂക്കയായിരുന്നു അതിലെ ഹീറോ. നീലഗിരി ഊട്ടിയിലാണ് കൂടുതൽ സമയം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഗംഭീര സിനിമ എന്ന് പറയാനില്ലെങ്കിൽ പോലും ഒരുപാട് നല്ല എലമെൻസ് ഉള്ള, ഒരുപാട് നല്ല അനുഭവങ്ങളുള്ള ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേവാസുരത്തിലേക്ക് വരുമ്പോൾ ദേവാസുരം തികച്ചും വ്യത്യസ്തമായ, നമ്മളതിൻ്റെ സ്ക്രിപ്റ്റ് അതിന് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഒരു വടക്കൻ വീരാതയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ഷുവർ ഹിറ്റ് സിനിമ നമ്മൾ ആദ്യമേ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഷുവർ ഹിറ്റാണ് എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ദേവാസുരം. VBK മേനോനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഞാൻ കേട്ട എനിക്ക് അനുഭവത്തിലുള്ളതല്ല, ഞാൻ കേട്ട കഥ എന്ന് പറയുന്നത് കോഴിക്കോട് മഹാറാണി ഹോട്ടൽ, ഈ കള്ളനും പോലീസും എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് കഴിഞ്ഞ് ശശിയേട്ടനും VBK മേനോനും കൂടെ കോഴിക്കോട് ഹോട്ടലിൽ താമസിക്കുമ്പോൾ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഫ്രണ്ടുണ്ട്, മരിച്ചുപോയ നടൻ അഗസ്റ്റിനാണ് ശശിയേട്ടനോട് ഇങ്ങനെ രഞ്ജിനടുത്തൊരു കഥയുണ്ട് ദേവാസുരം, ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് രഞ്ജി വന്നിട്ട് ഈ കഥ ശശിയേട്ടനോട് പറയുന്നു. കഥ മുഴുവൻ കേട്ട ശേഷം ഇത് ആര് ചെയ്യാൻ പറ്റും, കഥ ഇഷ്ടമായി, ശശിയേട്ടൻ ഇഷ്ടമായി, ആര് ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ ആലോചിച്ചപ്പോൾ മുരളിയേട്ടൻ, അന്ന് മുരളി നല്ല ആക്ടറായിട്ട് നിൽക്കണം, മുരളിയേട്ടൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ കട്ടിൽ കിടന്നുറങ്ങായിരുന്ന മേനോൻ, VBK മേനോൻ ഫുൾ കഥ കേട്ടിട്ടുണ്ട്. മേനോൻ ചേട്ടൻ ചാടി എണീറ്റ് പറഞ്ഞു, അല്ല ഇത് മുരളിയല്ല, ഇത് ലാലാണ് ചെയ്യേണ്ടത്, ലാലിനോട് ഞാൻ പറയാം, ലാലിനോട് ഞാൻ ഡേറ്റ് ഞാൻ വാങ്ങിച്ചോളാം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ഈ കഥ നേരെ പോയി ലാലേട്ടോട് പറയുന്നു. ലാലേട്ടൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ദേവാസുരം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. ദേവാസുരം എന്ന് പറയുന്ന സിനിമ എൻ്റെ ഒരുപാട് മികച്ച അനുഭവങ്ങൾ, ഒരുപാട് മികച്ച ഓർമ്മകൾ മനസ്സിൽ ഞാനിപ്പോഴും സൂക്ഷിക്കുന്നൊരു സിനിമയാണ് ദേവാസുരം. അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഇൻസ്പെക്ടർ ബലറാമിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിനകത്തൊരു സിനിമ തുടങ്ങുന്ന ഓപ്പണിംഗ് എപ്പിസോഡ് എന്നൊരു അമ്പലത്തിലെ ഉത്സവമാണ്, എൻ്റെ ക്ലൈമാക്സ് ഉത്സവമാണ്. ഈ രണ്ട് ഉത്സവം കൂടെ ഒന്നിച്ച് ഷൂട്ട് ചെയ്യണം, ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യണം. ഒരു 5-6 ദിവസം രാത്രിയാണ് ഷൂട്ട്. അപ്പോൾ ഉത്സവം എന്ന് പറയുമ്പോൾ പരിയാനംപറ്റ അമ്പലത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, പാലക്കാടുള്ള. അപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ക്രൗഡ് വേണം, ഒരു 10,000 അല്ല, ഒരു 50,000 ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 50,000 ആളുകൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സംഘടിപ്പിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല. കുറേ ആന വേണം, ചെണ്ട വേണം, മറ്റേ ഒരുപാട് കാര്യങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഈ ആളുകൾക്ക് പകരം നമ്മൾ ഈ നാട്ടുകാരെ ഷൂട്ടിങ്ങിന് എത്തിക്കുക എന്നുള്ളൊരു പരിപാടി തീരുമാനിച്ചു. അതന്ന് സച്ചിയേട്ടനായിരുന്നു, സച്ചി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു എൻ്റെ കൺട്രോളർ, അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു. അതായത് നമ്മൾ ഷൂട്ടിന് മുമ്പ് പെരിയാനംപറ്റ ശ്രീകൃഷ്ണപുരം ഏരിയയിൽ മുഴുവൻ നോട്ടീസ് വിതരണം ചെയ്തു. അതുപോലെ പല സ്ഥലത്തും പോസ്റ്റർ വെച്ചു, ഇത്രാം തീയതി ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട്, മോഹൻലാൽ പങ്കെടുക്കുന്ന ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ നമ്മുടെ കാരണം അന്ന് ഷൂട്ടിങ്ങിന് ആൾക്കാർ വരും, അവരെ വെച്ചിട്ട് നമ്മൾ ക്രൗഡ് ഷൂട്ട് ചെയ്യാം, ഉത്സവം ഷൂട്ട് ചെയ്യാം എന്നായിരുന്നു. അന്ന് രാവിലെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ പെരിയാനംപറ്റ അമ്പലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു വലിയ റോഡുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കാറിൽ ആ ലൊക്കേഷൻ എത്തിച്ചേരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ, ആ പരിയാനംപറ്റ അമ്പലത്തിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് അങ്ങോട്ട് അടുക്കാൻ നിവൃത്തിയില്ല. അത്രയും ജനക്കൂട്ടം, ആൾക്കൂട്ടം, കംപ്ലീറ്റ് ഒരു ഉത്സവം കാണാൻ വന്ന പോലെ ഒരു ആൾക്കൂട്ടമാണ് ഫുൾ. അങ്ങോട്ട് കയറാൻ ഒരു രക്ഷയില്ല, അങ്ങോട്ട് കയറാൻ നിവൃത്തിയില്ല. നമുക്കോ ആർട്ടിസ്റ്റുകൾക്കോ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണഗതിക്ക് പോലെ ആരാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും അയ്യോ ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഈ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമല്ല. പോലീസല്ല പട്ടാളത്തിൽ കൊണ്ടുവന്ന പോലെ ഇത്ര ആൾക്കാരെ മാറ്റി നിർത്തി അവരെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു പോകാനേ പറയുള്ളൂ. അങ്ങനെയാണ് ഞാനും വിചാരിച്ചത്. അങ്ങനെയാണ് ഷൂട്ട്. അതും ആ സിനിമയ്ക്ക് ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്. ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഷാജുൻ കരിയാലായിരുന്നു എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ ഒരാളുണ്ടായിരുന്നത് പീതാംബരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാപ്പ് കൊടുക്കണം മാത്രമാണ്, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഈ 3 പേരാണ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. സാധാരണ വടക്കൻ വീരഗാഥയ്ക്ക് 8-10 പേരെ മറ്റുണ്ടായിരുന്നു, 8-9 പേരുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് 3 പേരെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു സിനിമ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 3 പേരും വെച്ചിട്ട് ഇത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഷൂട്ട് നടക്കില്ല എന്ന് തീരുമാനിച്ച സമയത്താണ് ശശിയേട്ടൻ പറഞ്ഞത് കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങി ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഇറങ്ങി അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടന്ന് കാറ് അമ്പലത്തിൻ്റെ അതുവരെ പോകാൻ നിർത്തിയില്ല, കാരണം പോകാൻ നിർത്തിയില്ല. അതുവരെ നടന്ന് അവിടെ പോയി ക്യാമറ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. സന്ധ്യ 1:30 വെയിറ്റ് ചെയ്തു. ക്യാമറ 3 സ്ഥലത്ത് ഫിക്സ് ചെയ്തു.
ലാലേട്ടൻ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. ലാലേട്ടൻ വന്ന് വണ്ടി അങ്ങോട്ട് എടുക്കാൻ നിർത്തിയില്ല. അപ്പോൾ ആൻ്റണി അന്ന് ഡ്രൈവറാണ്. ആൻ്റണി അന്ന് ലാലേട്ടൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ആൻ്റണി തന്നെയാണ്. അവിടെ ഒന്ന് ലാലേട്ടന് ഇറങ്ങാൻ പറ്റില്ല, ഈ നിങ്ങൾ പോലീസിനെ കൊണ്ടുവരാതെ ലാലേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആൻ്റണി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പക്ഷേ എല്ലാവരും കൂടെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ലാലേട്ടനെ ഇറക്കി ആൾക്കാരുടെ കൂടെ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഒരു അമ്പലത്തിനകത്ത് തന്നെ റൂമിനകത്ത് കൊണ്ടിരുത്തി മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി. അപ്പോൾ ഈ 3 ക്യാമറ വെച്ചിട്ട് ഷൂട്ട് നടന്നു. ഷൂട്ട് എങ്ങനെ നടന്നു എന്നുള്ളത് ഇപ്പോഴും എന്നെ സംബന്ധിച്ച് വളരെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ശശിയേട്ടൻ തന്നെയാണ്. കാര്യം എനിക്ക് ഈ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കി ആൾക്കാരെ മാറ്റാനോ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂംസിൻ്റെ ചുമതലയാണ് ഞാൻ അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂമായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമായിരുന്നു. അല്ലാണ്ട് ഈ ക്രൗഡിൻ്റെ ഭാഗത്തേക്കോ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനോ ഈ ആൾക്കാരെ ക്രമീകരിച്ച് നിർത്താനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റുമായിരുന്നില്ല. ഇതെല്ലാം ചെയ്തത് ശശിയേട്ടൻ ഒറ്റയ്ക്കാണ്. അദ്ദേഹമാണ് ഈ ആനകളെ നിർത്തണം, ചെണ്ടക്കാരെ ഒരുക്കി നിർത്തണം, ആൾക്കാരെ ക്രമീകരിച്ച് നിർത്തണം, 3 ക്യാമറ ഉണ്ട്, 3 ക്യാമറയും അറ്റൻഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് പുള്ളിയാണ്. പുള്ളിയും ഷാജുണ്ട് കൂടെ. ഇത് ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നന്നായി ഷൂട്ട് ചെയ്തു. അന്ന് ഈ പറഞ്ഞ പോലെ രാത്രി ഒരു 10 മണി 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ ആളുകൾ പിരിഞ്ഞു തുടങ്ങി. ആളുകൾക്ക് ഇതിനോടുള്ള ഹരം പോയി പിരിഞ്ഞു തുടങ്ങി. പിന്നെ കുറച്ച് ആൾക്കാരെ വെച്ച് രാവിലെ വരെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു 6 രാത്രികൾ കൊണ്ടാണ് ആ സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസും ക്ലൈമാക്സും ഷൂട്ട് ചെയ്തത്. അതൊരു നല്ല അനുഭവമായിരുന്നു. ദേവാസുരം എന്ന് പറയുന്ന സിനിമ. ദേവാസുരത്തിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ രഞ്ജിത്തുമായിട്ടൊരു അടുപ്പം തുടങ്ങുന്നത്. ദേവാസുരം തൊട്ടിട്ടാണ്. ദേവാസുരം കഴിഞ്ഞ് പിന്നെയും ശശിയേട്ടൻ്റെ കൂടെ ഞാൻ ഏതാനും സിനിമകൾ വർക്ക് ചെയ്തു. പിന്നെ ഷാജൂൺ കാര്യൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ഷാജൂൺ ഡയറക്ടറായ സമയത്ത് ഞാൻ ഷാജൂണിൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു. ഷാജൂണിൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ തിരക്കഥയും രഞ്ജിത്തായിരുന്നു. അങ്ങനെ രഞ്ജിത്തുമായിട്ടുള്ള അടുപ്പത്തിന് ശേഷമാണ് രഞ്ജിത്ത് വഴിക്കാണ് ഞാൻ ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകനെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവരുടെ അസുരവംശം എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് അല്ല, ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ഗംഗോത്രി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയി. അപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ ചാർട്ടിങ് മറ്റു കാര്യങ്ങളും ഒരാഴ്ചത്തെ ഷൂട്ട് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകനുമായിട്ടൊരു അടുപ്പമുണ്ടായി. അങ്ങനെ അതിന് ശേഷം ശശിയേട്ടൻ്റെ സിനിമകളിൽ നിന്ന് മാറി ഞാൻ ഷാജുവിൻ്റെ സിനിമകളിൽ വന്നു. ഷാജുവിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഷാജുവിൻ്റെ കൂടെയല്ല, ഞാൻ അസോസിയേറ്റായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ജോമോൻ്റെ സിനിമയാണ്, കർമ്മ എന്ന് പറഞ്ഞ സിനിമ. കർമ്മയ്ക്ക് ശേഷം ഷാജുവിൻ്റെ സിനിമ കഴിഞ്ഞ ശേഷം തിരിച്ച് ഈ ഷാജി കൈലാസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് 6-ാം തമ്പുരാൻ എന്ന സിനിമയാണ്. ഫുൾ സിനിമയായിട്ട് വർക്ക് ചെയ്യുന്നത്. അതും രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. അങ്ങനെയാണ് ഷാജി കൈലാസ് രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ടീമിലേക്ക് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ എത്തിപ്പെടുന്നത്. അങ്ങനെ ഷാജിയേട്ടൻ്റെ സിനിമകൾ 6-ാം തമ്പുരാൻ, നരസിംഹം, വല്യേട്ടൻ, FIR, അങ്ങനെ 5-6 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പുറമെ ഒരു തമിഴ് സിനിമ, വിജയകാന്ത് അഭിനയിച്ച ഒരു തമിഴ് സിനിമയും ഞാൻ ചെയ്തു. അങ്ങനെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഷൂട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഷൂട്ട് തീരാനായി, ഒരു സോങ് ഷൂട്ട് ചെയ്യാനുണ്ട്. സോങ് ഷൂട്ട് ചെയ്യാൻ ഷാജിയേട്ടൻ അന്ന് മദ്രാസിലത്തിൻ്റെ എഡിറ്റിംഗ് വർക്കിനായിട്ട് മദ്രാസിലേക്ക് പോകണം. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഒരാൾ വേണം, വേറെ ഡയറക്ടർ വേണം. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പല ആൾക്കാരെ അന്വേഷിച്ചു, സിബി സാറിനെ അന്വേഷിച്ചു, അതുപോലെ പല പുള്ളിയുടെ പരിചയമുള്ള പുള്ളിയുടെ സിനിമ സോങ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അന്വേഷിച്ചു. ആരും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ രഞ്ജിയോട് ചോദിച്ചു, രഞ്ജി ഷൂട്ട് ചെയ്യുമോ, സോങ് ഷൂട്ട് ചെയ്യുമോ, ഡാൻസ് മാസ്റ്റർ ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ രഞ്ജി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും രഞ്ജിയും കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പൊള്ളാച്ചിക്ക് പോയി. ഷാജിയേട്ടനും ഗ്രൂപ്പുമായിട്ട് അവർ ബാക്കി എഡിറ്റിന് വേണ്ടി മദ്രാസിലേക്ക് പോയി. അങ്ങനെ ആ സിനിമയുടെ സോങ്ങാണ് രഞ്ജിത്ത് ആദ്യമായിട്ട് ഒരു സംവിധായകനാവുന്നത്. ഷൂട്ട് ചെയ്യുന്നപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ് അന്ന് ഷൂട്ട് ചെയ്ത സ്റ്റിൽസൊക്കെ സുനിൽ ഗുരുവായൂരാണ് സ്റ്റിൽസ് എടുക്കുന്നത്. സ്റ്റിൽസ് എടുത്തു. രാത്രി അന്നെടുത്ത ഷോട്ടിൻ്റെയൊക്കെ സ്റ്റിൽസ് ഹോട്ടൽ റൂമിൽ ഞാൻ രഞ്ജിയും കൂടി ഇരിക്കുന്ന സമയത്ത് ബെഡിൽ ആ സ്റ്റിൽസൊക്കെ ഇങ്ങനെ വാരി ഇട്ടിരിക്കുകയാണ്. സ്റ്റിൽസ് നോക്കിയിട്ട് രഞ്ജി പറഞ്ഞു, ഇത് കൊള്ളാലോ, എന്നാൽ പിന്നെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എന്താ വർഷം ഒരു സിനിമ ചെയ്യാമല്ലോ, ഇപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സിനിമ തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് ചിലപ്പോൾ രഞ്ജിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ രഞ്ജി ആദ്യമായിട്ട് ഒരു സിനിമയുടെ സംവിധായകനാവുക എന്നുള്ള തോട്ട് ഷെയർ ചെയ്യുന്ന അപ്പോഴാണ്. അങ്ങനെയാണ് ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ തമിഴ് സിനിമയുടെ വല്യേട്ടൻ കഴിഞ്ഞ് ഞങ്ങൾ തമിഴ് സിനിമയുടെ ഷൂട്ടിന് പോയി. തമിഴ് സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്താണ് രഞ്ജിയുടെ രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ തമിഴ് സിനിമ വാഞ്ചിനാഥൻ എന്ന് പറയുന്ന ഷാജി കൈലാസിൻ്റെ തമിഴ് സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോയിൻ ചെയ്യുന്നത് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലാണ്.
രമണപ്രഭു രഞ്ജിത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ദേവാസുരം എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അത് പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയാണെങ്കിലും സിനിമയെക്കുറിച്ച്, സിനിമയുടെ എ ടു സെഡ് കാര്യങ്ങളെക്കുറിച്ച് രഞ്ജിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. പിന്നെ സിനിമ എങ്ങനെയായിരിക്കണം, സിനിമയുടെ ഓരോ ഷോട്ട് എങ്ങനെയായിരിക്കണം, സിനിമയുടെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും രഞ്ജിക്ക് വ്യക്തമായ ബോധമുള്ളതുകൊണ്ട് രഞ്ജിയെ സംബന്ധിച്ച് അതൊരു വലിയ ടഫ് ജോബായിരുന്നില്ല സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത്. നന്നായിട്ട് തന്നെ സിനിമ ചെയ്തു. പിന്നെ രഞ്ജിയുടെ വഴിക്കാണ് ഞാനൊരു സംവിധായകനാകുന്നത്. സത്യം പറഞ്ഞാൽ 1987-88 എൻ്റെ ആദ്യത്തെ സിനിമ സംവിധാന സഹായി എന്നതിൽ ആരണ്യം പുറത്തു വരുന്നത്. അതിനുശേഷം 2003 ഞാൻ ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര സംവിധായകനാകുന്നത്. ഇന്നത്തെ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ച് പലരും അധികം സിനിമകളൊന്നും വർക്ക് ചെയ്യാറില്ല. 1-2 സിനിമ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ചില സിനിമകൾ ഷോർട്ട് ഫിലിംസ് മാത്രം ചെയ്തിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത്, പണ്ട് സിനിമ ചെയ്യുന്ന സമയത്ത് കുറച്ച് സിനിമകളെങ്കിലും അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് ചെയ്ത ശേഷം മാത്രം സംവിധാനം ചെയ്യുകയായിരുന്നു അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു വളരെ നീണ്ട ഒരു കാലയളവായിരുന്നു. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഒക്കെ ഞാൻ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത ശേഷമാണ് ഒരു സ്വതന്ത്ര സംവിധായകനാവുന്നത്. അതിൻ്റെ കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ അത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലായിരുന്നെങ്കിൽ, എൻ്റെ സുഹൃത്തും എൻ്റെ വെൽവിഷും എല്ലാമായ എൻ്റെ സഹോദര തുല്യനാണ് രഞ്ജിത്ത് ഇന്നും. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അപ്പോഴും ഒരു ഡയറക്ടറാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എൻ്റെ മനസ്സിൽ ഒരു ഡയറക്ടറാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നെക്കൊണ്ട് അത് സിനിമ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യം എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ രഞ്ജിത്തിൻ്റെ ഒരേ ഒരു നിർബന്ധം കൊണ്ടും ഒരേ ഒരു പ്രേരണ കൊണ്ടുമാണ് ഞാൻ അന്ന് അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന സിനിമ, അതും അമ്മക്കിളിക്കൂട് അല്ല, ശരിക്കും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് വേറൊരു സിനിമയായിരുന്നു. അന്ന് ദിലീപ് നായകനായിട്ടൊരു ആക്ഷൻ സിനിമ, ഒരു നല്ല കൊമേഴ്സ്യൽ ആക്ഷൻ സിനിമ ചെയ്യാനായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അത് പ്ലാൻ ചെയ്ത് നമ്മളെല്ലാം അത് ഏതാണ്ട് സബ്ജക്റ്റ് റെഡിയായി. ദിലീപിനെ കണ്ടു, സബ്ജക്റ്റ് പറഞ്ഞു, ദിലീപിന് ഇഷ്ടമായി. അതിനുശേഷമാണ് ദിലീപിനെ വെച്ചിട്ട് ഒരു മിഴി രണ്ടിലും എന്ന സിനിമ രഞ്ജിത്തിൻ്റെ ഡയറക്ഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഡയറക്ടർ വരുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റണം. ഒന്നുകിൽ ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു പുതിയ ഡയറക്ടർ വരുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഡിഫറൻ്റായിട്ട് സബ്ജക്റ്റ് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണ് അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആശയം ഉണ്ടാകുന്നത്. അതായത് പാവപ്പെട്ട അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം, അതിനുവേണ്ടി അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് അമ്മക്കിളിക്കൂട് എന്ന സിനിമ ഉണ്ടാകുന്നത്. ആ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റൊന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഒരു പുതിയ സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അംഗീകാരം കിട്ടിയ, എനിക്ക് തെളിയിക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. കാര്യം ഒരു ആക്ഷൻ സിനിമ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ദിലീപിൻ്റെ സിനിമ ചെയ്തു, അല്ലെങ്കിൽ വേറൊരു ആക്ഷൻ സിനിമ, ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്തിരുന്നെങ്കിൽ പോലും എനിക്ക് അമ്മക്കിളിക്കൂട് എന്ന സിനിമ ചെയ്തപ്പോൾ കിട്ടിയ ഒരു അംഗീകാരം കിട്ടുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചിലപ്പോൾ കൊമേഴ്സ്യൽ ഒരു വലിയ ഹിറ്റാകുമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും അതൊരിക്കലും എൻ്റെ സിനിമയാകുമായിരുന്നില്ല. ഇത് 100% എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയ, എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ ചെയ്യാൻ പറ്റിയെന്നൊരു സന്തോഷം ചരിതാർത്ഥ്യം അപ്പോഴുണ്ട്. അമ്മക്കിളിക്കൂട് സംഭവിക്കുന്നത് 2003 2003 ആ സിനിമ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അപ്പോഴേക്ക് മദ്രാസിൽ നിന്ന് താമസം കോഴിക്കോട്ടേക്ക് മാറ്റിയിരുന്നു. ഞാൻ അതിനിടയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ടായിരുന്നു. ആ മോനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ 3ാമത്തെ വയസ്സിലാണ് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് ഈ അമ്മക്കിളിക്കൂട് സംഭവിക്കുന്നത്. അമ്മക്കിളിക്കൂട് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന ഒരു വലിയ കൊമേഴ്സ്യൽ ഹിറ്റായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആ സമയത്ത് ഞാൻ തിരിച്ച് രഞ്ജിത്തിൻ്റെ കൂടെ തന്നെ രഞ്ജിയുടെ സിനിമകളിൽ വർക്ക് ചെയ്യാൻ പോയി, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയി. ആ സമയത്തൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്താണ് എനിക്ക് വേറൊരു സിനിമ, അമ്മക്കിളിക്കൂടിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ളൊരു സിനിമ വേണം ചെയ്യാൻ. അതിൻ്റെ ഒരു ജോണർ ആയിരിക്കില്ല അടുത്ത സിനിമ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ തന്നെ തിരക്കഥ എഴുതി വർഗം എന്ന സിനിമ പ്ലാൻ ചെയ്യുന്നത്. ആ സിനിമ ഞാൻ തന്നെ എഴുതി. അന്ന് പൃഥ്വിരാജ് ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമ നന്ദനം എന്ന സിനിമയുടെ അസോസിയേറ്റ് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജായിട്ട് അങ്ങനെ ഒരു അടുപ്പം എനിക്കുണ്ടായിരുന്നു. അമ്മക്കിളിക്കൂട് പൃഥ്വിരാജിനെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജുമായിട്ടുള്ളൊരു അടുപ്പം വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിനെ വെച്ചൊരു വ്യത്യസ്തമായ സിനിമ, ഒരു പൃഥ്വിരാജിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറായിരിക്കണം അങ്ങനെ ഒരു ആലോചനയുടെ പുറത്താണ് എനിക്കിങ്ങനെ ഒരു ആശയം കിട്ടിയതും. അങ്ങനെ ഒരു ആശയത്തിൽ നിന്ന് ഉണ്ടാക്കിയൊരു തിരക്കഥയിലാണ് വർഗം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. വർഗം ഈ പറഞ്ഞ പോലെ അതും എൻ്റെ അനുഭവത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഞാനൊരു വലിയ ഹിറ്റ് ഡയറക്ടർ അല്ലാത്തതുകൊണ്ടും പൃഥ്വിരാജ് ഇന്നത്തെ പോലെ ഒരു വലിയ സൂപ്പർ
താരമാവാത്തതുകൊണ്ടും അതിനൊരു പ്രൊഡക്ഷൻ കിട്ടാൻ എനിക്ക് കുറേ അലയേണ്ടി വന്നു. അവസാനം വളരെയേറെ കഷ്ടപ്പെട്ട് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി. ആ പ്രൊഡ്യൂസർ അങ്ങനെ ഉണ്ടായ സിനിമയാണ് ആ സിനിമ റിലീസ് ചെയ്യാൻ തന്നെ ഈ പറഞ്ഞ പോലെ പല പ്രതിബന്ധങ്ങൾ കൂടെ കടന്നുപോയിട്ടാണ് വളരെ ആ സിനിമ റിലീസ് ചെയ്യുന്നത്. പക്ഷേ ആ സിനിമ ഒരു വലിയ ഹിറ്റായില്ലെങ്കിൽ പോലും ആ സിനിമ എൻ്റെ കരിയറിൽ എനിക്ക് വളരെ ഗുണം ചെയ്ത ഒരു സിനിമയായിരുന്നു. കാര്യം അമ്മക്കിളിക്കൂടെ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത പത്മകുമാറിൽ നിന്നും വർഗം എന്ന് പറയുന്ന ഒരു സിനിമ ആളുകൾ കാണുമ്പോൾ നമുക്ക് ഏത് ജോണറും ചെയ്യാൻ പറ്റും, നമ്മളൊരു ജോണറിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ഡയറക്ടറല്ല എന്ന് നമുക്ക് സിനിമാ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു വർഗം.